ദൃഢം സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ മാർട്ടിൻ ജോസഫ്, ശോഭി തിലകൻ, കൃഷ്ണപ്രഭ എന്നിവരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. 8-ാം തീയതി പടം വരികയാണ്. ഓരോ ദിവസവും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞേ. എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പിക്ചർ മാർട്ടിൻ തന്നിട്ടുണ്ട്. ഷോചേട്ടനൊക്കെ ഗംഭീര ആർട്ടിസ്റ്റാണ്. എന്നാൽ നമ്മളധികം ആൾക്കാരെ അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും ഒക്കെ ഒരുപാട് പോലീസ് ക്യാരക്ടർ ചെയ്തു. അച്ഛൻ്റെ കഥാപാത്രം, അച്ഛൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും അച്ഛനോടുമാണ് താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് റിസംബ്ലൻസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. വളരെ റെസ്പെക്ട്ഫുള്ളി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചെയ്ത എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ മാറ്റി നിർത്തിയൊക്കെ പറയുന്നത്? സിനിമ കാണുമെന്നൊക്കെ മനസ്സിലാവും. ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന മാത്രമേ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഏജ് കാറ്റഗറി. അത് തന്നെയല്ല, പുള്ളിയെ കുറിച്ച് കേട്ടതൊന്നുമല്ല നമ്മള് ലൊക്കേഷനിൽ കണ്ടത്. പുള്ളിയെ കുറിച്ച് കേട്ടതൊക്കെ എൻ്റെ ഡിഫറെന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബിഹേവിങ് വന്നത്. എന്താണ് ദൃഢം എന്ന സിനിമ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നും. സംവിധായകന് അതിലെന്താണ്? ദൃഢം സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനിലേക്ക് ചാർജ് എടുക്കാൻ പറ്റുന്നു. പുള്ളിയുടെ സർവീസിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. പുള്ളിയോടെ ചാർജ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നു. പുള്ളി അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതാണ് ബേസിക്കലി ദൃഢം. അപ്പോൾ മാർട്ടിൻ്റെ ആദ്യ ചിത്രമാണ്. അപ്പൊ ആ ആദ്യ ചിത്രത്തിന്റെ എക്സൈറ്റ്മെന്റിലാണോ ഇപ്പോഴും, അതോ പടം തിയേറ്ററിൽ എത്തുന്നതിന്റെ ഒരു ടെൻഷനിലാണോ? തിയേറ്ററിൽ എത്തുന്ന ടെൻഷനാണെന്ന് പറയും. കാരണം 8-ാം തീയതി പടം വരികയാണ്. ഓരോ ദിവസവും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ ഒരു ചോദ്യം അതായിരുന്നു. ഈ എക്സൈറ്റ്മെന്റ് ഫാക്ടർ അവസാനിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെപ്പോഴായിരുന്നു? എക്സൈറ്റ്മെന്റ് മാറി ഒരു ടെൻഷൻ കയറി വരുന്ന ആ ഒരു സമയം? അത് യൂഷ്വലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ എക്സൈറ്റ്മെന്റും ടെൻഷനും കൂടെ കൂടി ചേർന്ന ഒരു സംഭവം, ഇമോഷൻ ഉണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷൂട്ടിങ്ങിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ടെൻഷൻ ഉണ്ട് അവിടെ. പക്ഷെ ഇതെല്ലാം റിലീസ് എല്ലാം കഴിഞ്ഞ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം തീർത്ത്, നമ്മുടെ പ്രിവ്യൂ എല്ലാം കഴിഞ്ഞ്, പിന്നെ റിലീസ് നമ്മൾ ഡേറ്റ് ലോക്ക് ചെയ്യും. അവിടെ നമുക്കൊരു ടെൻഷൻ കയറും. പിന്നെ നമുക്കറിയാലോ, ഒരു ഫസ്റ്റ് വിത്ത് പാക്ക് ക്രൗഡ് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം പടം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ആയിരിക്കുമോ സിനിമയോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാർട്ടിൻ പറഞ്ഞ പോലെ തന്നെ ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരുന്നിടത്തേക്ക് ഏതൊരു ആർക്കും ഒരു ആദ്യമായിട്ടൊരു ജോലി കിട്ടി വരുമ്പോൾ, അപ്പോൾ ആദ്യമായിട്ടൊരു SI പോസ്റ്റിങ്ങിൽ വരുന്ന ഒരു പോലീസുകാരൻ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ചില ഇഷ്യൂസാണ് അത് പുള്ളിക്കാരൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ആദ്യമായിട്ടൊരു SI എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്റ്റേഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനാണെങ്കിൽ, ഈ സിനിമ ഏതൊരാളും ആദ്യത്തെ സിനിമ എന്തായാലും ടെൻഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ടെൻഷൻ മാർട്ടിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഷൂട്ട് സമയത്ത് തോന്നിയിട്ടുണ്ടോ അല്ല, മാർട്ടിൻ അങ്ങനെ ടെൻഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഇല്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഇപ്പൊ മാർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒക്കെ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തൊരു സെറ്റും കൂടിയാണ് ഇതെന്നാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ മാർട്ടിന് പടം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കാണുമ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അതിനെപ്പറ്റി നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മാർട്ടിൻ തന്നെയാണ് പറയേണ്ടത്. അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ടെൻഷൻ ഇല്ലാത്ത ഞാൻ എന്റെ ആശാനെ കണ്ടുപിടിച്ചുകൊണ്ടാണ്. പുള്ളി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പുള്ളിക്ക് എത്ര പരിപാടി ഉണ്ടെങ്കിലും പുള്ളിക്ക് ടെൻഷൻ പുറത്ത് കാണിക്കത്തില്ല. പുള്ളി പുറത്ത് അകത്ത് കാണും പുള്ളിക്ക്. അല്ല, പൊതുവെ ഇവരെല്ലാവരും ജീതു സാറിന്റെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ സാറ് എത്ര ടെൻഷനുള്ള കാര്യങ്ങളും വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന, ആർട്ടിസ്റ്റുകളെയും എത്രയും ഭയങ്കര ഫീൽ ഫ്രീ ആക്കി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആ ഒരു സ്കൂളായിരിക്കുമല്ലോ. ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മാർട്ടിന്റെ ഒരു രീതി എങ്ങനെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്? അല്ല, നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ കഥ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ കഥാപാത്രം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു പിക്ചർ മാർട്ടിൻ തന്നിട്ടുണ്ട്. അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലും അത് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ചെയ്യാനുള്ള, തീർച്ചയായിട്ടും ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുന്നത് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പറയും ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും ചേട്ടാ അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്ന്, ശരിക്കും പറഞ്ഞ എന്താ പറയുക, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഞങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും പലരും പല സെറ്റുകളിലും വേറെ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിൻ്റെ അകത്ത് എപ്പോഴും പറയും
അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പോഴാണ് പറയും നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ആ ഒരു ടീം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈവൻ ഞാൻ പറയാം കാരവാൻ പോലും ഇപ്പൊ ഫീമെയിലിനൊരു സെക്ഷൻ മെയിലിനൊരു സെക്ഷൻ ആയിട്ടാണ് ഒരു കാരവാനിൽ വരുന്നത്. ഞങ്ങൾ ആ നടുക്കത്തെ ഡോറ് തുറന്നിട്ടിട്ട് ഞങ്ങൾ അവിടെ ഫുൾ എൻജോയ്മെന്റ് ആണ് നമ്മൾക്ക്, അതായത് ഗാനമേള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷെ അതൊന്നും നമുക്കൊരിക്കലും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ലൊക്കേഷനിലില്ല. കാരണം അതിന്റെ ഏറ്റവും ഉത്തരവാദി മാർട്ടിൻ തന്നെയാണ്. കാരണം മാർട്ടിൻ നമുക്ക് അത്രമാത്രം ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പൊ ചേട്ടന്റെ കഥാപാത്രം കൃഷ്ണൻ കുറുപ്പ് പോലീസുകാരനാണെന്ന് പറയും. അപ്പോ ആ കഥാപാത്രത്തെ ചേട്ടൻ അഭിനയിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പിച്ച് മാർട്ടിൻ തരുമ്പോൾ അതില് ചേട്ടനെ ഏറ്റവും അട്രാക്ട് ചെയ്ത ഒരു എലമെന്റ് എന്തായിരിക്കും ഈ വേഷത്തിൽ ചെയ്തതിൽ? അല്ല, ഞാൻ ഒരുപാട് പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതില് എന്തായിരിക്കും. ഒരുപാട് പോലീസ് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും ഒക്കെ ഒരുപാട് പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും അവരുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. പക്ഷേ ഈ കഥാപാത്രത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഷെയ്ൻ ചെയ്യുന്ന കഥാപാത്രം എസ്.ഐ വിജയ് എന്നുള്ള കഥാപാത്രം വരുന്നതിന് മുൻപ് ആ സ്റ്റേഷനിലെ സീനിയർ ആൾ ഞാനാണ്, ഒരു ASI ആണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും ഒരു പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. പിന്നെ മേക്ക് ഓവറിലും കുറച്ചൊരു എൻ്റെ മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് ഡ്രിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ ഒരു ഒരു സീനിയർ പോലീസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്വഭാവത്തിലും മാത്രമല്ല ശരീരചലനങ്ങൾക്കിലും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു നടനോട് നമുക്ക് എനിക്കൊരു സാമ്യം തോന്നി എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ ഒരു ക്യാരക്ടർ വീഡിയോ പുറത്തു വന്നില്ലേ? അപ്പോൾ ചേട്ടന്റെ ക്യാരക്ടർ വീഡിയോയില് നമുക്ക് കാണുന്ന ഒരാൾക്ക് സത്യസന്ധമായി നമുക്ക് എവിടെയൊക്കെയോ ഒരു തിലകൻ എന്നൊരു മഹാനടന്റെ ഒരു ഛായ അഭിനയത്തിന്റെ ചില സാധനങ്ങൾ റിയാക്ഷൻ കൊടുക്കുന്നത് അതിൽ നമുക്ക് ഇങ്ങനെ തോന്നി പോയിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഞാൻ ബോധപൂർവം ചെയ്തതല്ല. അത് ഈ സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ ഈ ക്യാരക്ടർ പോസ്റ്റ് മാത്രമല്ല, ഇതിന് മുമ്പ് ഇറങ്ങിയ പടത്തിലും ഇതേപോലെ തന്നെ. അതിനകത്ത് പക്ഷെ മീശയില്ലാതെയാണ്. പക്ഷെ അവിടെയും അച്ഛന്റെ കഥാപാത്രം, അച്ഛൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും അച്ഛനോടുമാണ് താരതമ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് റിസംബ്ലൻസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ബോധപൂർവം നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. എൻ്റെ രൂപവും എൻ്റെ നടപ്പും ഇരിപ്പും ചിരിയും എല്ലാം അച്ഛനിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ സ്വാഭാവികമായ രീതിയിലാണ്. അത് അച്ഛനുമായിട്ട് റിസംബ്ലൻസ് വരുന്നത് ക്വൈറ്റ് നാച്ചുറൽ എന്നേ പറയാൻ പറ്റുള്ളൂ. കൃഷ്ണപ്രഭയുടെ കഥാപാത്രമോ? ഞാനിതിനു മുൻപ് ഇപ്പൊ നമ്മുടെ വലതുവശത്തെ കള്ളനും പിന്നെ ഇത് കണ്ട പോലീസാണ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള 2 സിനിമകൾ എന്ന് പറയാം. പക്ഷെ അതിൽ നിന്ന് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് രമ്യ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ത്രൂ ഔട്ട് ഉണ്ട് ക്യാരക്ടർ. പിന്നെ ഇവര് കുറച്ചുകൂടെ ഒരു പ്രായത്തിന്റെ ആയിട്ടും കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ കുറച്ചൊരു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഫീലിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാമല്ലോ, കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്പൊ അതൊക്കെ എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. അതാണ് രമ്യയുടെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഇമോഷണലിയും ഇവര് കുറച്ച് ആവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതിൽ വലിയ സന്തോഷം. പിന്നെ മാർട്ടിന്റെ ഫസ്റ്റ് പടത്തിൽ മാർട്ടിനെ എനിക്ക് ജീത്തു സാറിന്റെ സെറ്റിൽ നിന്ന് തന്നെയാണ് പരിചയം. ദൃശ്യം അതെ, ദൃശ്യം 2-ൽ നിന്നാണ് എനിക്ക് മാർട്ടിനെ പരിചയം. അപ്പൊ അന്ന് മുതലേ മാർട്ടിനാണെങ്കിലും ആ ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രദർലി ഫീൽ എപ്പോഴും ഉണ്ട് മാർട്ടിന്റെ അടുത്തുനിന്ന്. ഷോപ്പ് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മളെയും എപ്പോഴും ഭയങ്കര ഫീൽ ഫ്രീ ആക്കി, നമ്മളെ ഭയങ്കര സെക്യൂർഡ് ആക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എനിക്കിപ്പോഴും അതിശയം തോന്നുന്ന ഒരു കാര്യം, നമ്മളൊരു സീനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്തായിരുന്നു എടുത്തത്. അതിപ്പോ അത് മാറ്റിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ റെസ്പെക്ട്ഫുള്ളി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? ഞാൻ ചെയ്ത എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ മാറ്റി നിർത്തിയൊക്കെ പറയുന്നത്? അല്ല, നമ്മൾ അന്ന് എടുത്തത് കുറച്ചുകൂടെ ഒന്ന് വേറൊരു രീതിയിലും കൂടെ നമുക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാച്ചു, ഇത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിന് ഡയറക്ടർ തീരുമാനിക്കാം ആ ഒരു സീൻ നമ്മുടെ വേറൊരു രീതിയിലും കൂടെ എടുക്കാൻ തീരുമാനിക്കും. ഞാൻ പറഞ്ഞ അതിനെടുക്കാലോ, എനിക്കും എന്താ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഇത്രയും നല്ല അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് പോലും
വളരെ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുന്ന ഒരു ആള് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളെ സേഫ് ആക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ളതിൽ ഉള്ളൊരു നല്ല ലക്ഷണമാണത്. അപ്പൊ ഇതിന് ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വന്ന ക്യാരക്ടർ വീഡിയോസുകൾ കാണുമ്പോൾ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പോലീസുകാർക്കിടയിൽ നടക്കുന്ന ഒരു കഥ എന്നതിലുപരിയായിട്ട് ഒരു ഡ്രാമയുടെ ഫീല് വരുന്നുണ്ട്. ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഡ്രാമയുടെ ഒരു ഫീല് വരുന്നുണ്ട്. ഇതിൽ പോലീസുകാർ കഥാപാത്രം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഇപ്പം തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്ന ചിത്രത്തിന് മുമ്പും ശേഷവും ഈ പോലീസ് കഥാപാത്രങ്ങളെയും അതിനെ അവതരിപ്പിക്കുന്ന രീതിയെയും വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനം, GD എൻട്രി ചെയ്യുന്ന ആളില്ല എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ ആളുകൾക്ക് അതിന്റെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഇതിലിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ കയ്യിലുള്ള കഥ അല്ലെങ്കിൽ ഈ കഥ ഈ സ്പേസിൽ പ്ലേസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? പറഞ്ഞ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇപ്പൊ ഫെമിലിയർ ആണ്. ഇപ്പൊ ഷാഹിദ് ചേട്ടൻ്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ട് കുറച്ചും കൂടി ആൾക്കാർക്ക് ഇതിന്റെ സെറ്റിംഗ് കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. അപ്പം ഞാൻ ആക്ച്വലി അങ്ങനെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അങ്ങ് അപ്രോച്ച് ചെയ്തിട്ടില്ല. ഒരു മിനിമൽ റിയലിസ്റ്റിക് കൊടുത്തിട്ട് കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടാണ് അതിനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ GD എൻട്രിയുടെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊരു ക്യാരക്ടർ ഇല്ല, കുറച്ചുകൂടി സിനിമാറ്റിക് അപ്രോച്ചാണ് ഞാൻ പോയിരിക്കുന്നത്. പിന്നെ എന്താ ഡ്രാമയാണ് ആക്ച്വലി ഒരു എന്താ ഒരു റിയലിസ്റ്റിക് പരിപാടിയിൽ പോകുന്നൊരു ചെറിയൊരു ഡ്രാമ, എന്നാൽ അവിടെ നിന്നൊരു സിനിമാറ്റിക് ഷിഫ്റ്റ് പോലെ നമ്മൾ അങ്ങനെയാണ് കഥ പറഞ്ഞ് പോയിരിക്കുന്നത്. ആക്ച്വലി ഒരു ഡ്രാമ ഭയങ്കര സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമുക്കത് അത്രമാത്രം കണക്ട് ആവണമെങ്കിൽ അത് അഭിനയിക്കുന്നവരുടെ കയ്യിലാണ് അതിൽ ഒരു വലിയ പങ്ക് ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പടത്തിൽ നമ്മൾ ഇതിന്റെ കാസ്റ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് സീംസ് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഷെയ്നിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. ഈ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഈ ഡിസിഷൻ ഇന്ന റോള് ഇദ്ദേഹം ചെയ്യട്ടെ അല്ലെങ്കിൽ കൃഷ്ണോബ ചെയ്യട്ടെ അല്ലെങ്കിൽ ഷെയ്നിലേക്ക് എത്തിയത് അതൊക്കെ എങ്ങനെയായിരുന്നു? ഷെയ്നിലേക്ക് എത്തിയത് എനിക്ക് ഷെയ്ന് ഒരു പയ്യൻ ലുക്കുണ്ട്, എന്നാൽ എനിക്കൊരു പക്വത തോന്നിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഷെയ്നിലേക്ക് എത്തുന്നത്. ഈ സിനിമ കാണുമെന്നൊക്കെ മനസ്സിലാവും ഈ ഒരു ക്യാരക്ടർ ഷെയ്ന് മാത്രമേ പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ഏജ് കാറ്റഗറിയിൽ. പിന്നെ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഒരു ടീം, പുള്ളൊരു ടീമുണ്ട്, നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരാൾക്കാരല്ലാതെ ഒരു ഫ്രഷ് കാസ്റ്റിംഗ് പരിപാടി എനിക്ക് വേണം. അങ്ങനെ എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും പുതിയൊരു ആൾക്കാരെ തന്നെ പിടിച്ചത്. പിന്നെ ശോഭിച്ചേട്ടനൊക്കെ എനിക്ക് റാമിൽ ശോഭിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, റാം സിനിമയിൽ. അപ്പം ശോഭിച്ചേട്ടനൊക്കെ ഗംഭീര ആർട്ടിസ്റ്റാണ്, എന്നാൽ നമ്മളധികം ആൾക്കാരെ അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ശോഭിച്ചേട്ടനൊക്കെ ഭയങ്കര യൂസ് ചെയ്യണം, ഭയങ്കര ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ കൃഷ്ണപ്രഭ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിലും സാറ് പറയും, എടാ പുള്ളിക്കാരി നല്ല ആർട്ടിസ്റ്റ്, നല്ല ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റാണ്, എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് കൺസിഡർ ചെയ്യണമെന്ന് പറയും. ഈവൻ സാറും ഞങ്ങളുടെ ഡിസ്കഷൻ സമയത്ത് സാറും കൂടെയാണ് തീരുമാനിച്ചത് നമുക്ക് ഈ ക്യാരക്ടർ ഇങ്ങനെ കൃഷ്ണപ്രഭയ്ക്ക് കൊടുത്താലോ. അപ്പോൾ അങ്ങനെ ദിനേശ് ചേട്ടനായാലും പിന്നെന്താ കോട്ട രമേശ് ചേട്ടനായാലും എനിക്ക് ആ ഒരു ടീമിനെ ഭയങ്കര പുതിയൊരു ടീം കൊണ്ടുവരണം നിർബന്ധത്തിലായിരുന്നു അങ്ങനത്തെ കാസ്റ്റിംഗിലേക്ക് കടന്നത്. ഇവരുടെ ആ കോംബോ ഭയങ്കര രസമുണ്ടല്ലേ, ശോഭിച്ചേട്ടൻ കോട്ടൻ അത് നല്ല രസമുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് രസം തോന്നും. കാരണം ഇപ്പം ASIയുടെ റോളിലാണ്, മറ്റേത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും മുതിർന്ന സീനിയർ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ ഉള്ള ഒരു കോൺവെർസേഷൻ കൂടെ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു സാധനം അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാമല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പൊ കൃഷ്ണപ്രഭയ്ക്ക് രമേശ് ചേട്ടൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവ്. എനിക്ക് ഷോട്ട് എടുക്കാൻ പറ്റത്തില്ല, ഇവർ തമാശ കാരണം. ശരിക്കും ഞാൻ അതവിടെ പറഞ്ഞേ, നാട്ടിന്റെ ഒരു ക്ഷമ ശരിക്കും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഞങ്ങൾ അവിടെ കുറച്ച് ബഹളം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് തമാശ പറയുന്ന ആൾക്കാരാണ്. ദിനേശ് ചേട്ടനൊക്കെ നല്ല നേരം പോകും പാട്ടും ബഹളം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ ശോഭിച്ചേട്ടനൊന്നും ഇങ്ങനെ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും വേണ്ട കേട്ടോ. എല്ലാവരും ഒരു ബഹളമാണ്. ഈ പറയുന്ന പോലീസുകാരെല്ലാം എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ പോസ്റ്ററിൽ കാണുന്നെങ്കിലും എല്ലാരും ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആളാണ് ശരിക്കും രമേശ് ചേട്ടൻ. ഇത് പ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് കേട്ടാ ഞങ്ങൾ പക്ഷെ അതെ, എന്നിട്ട് ഞങ്ങൾ എപ്പോഴും വിളിക്കുന്നത് ഞങ്ങളുടെ ഒരു കാർന്നൂർ ലെവലിലുള്ള ആളാണ് പുള്ളി എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം പുള്ളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു പറഞ്ഞില്ലേ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം രമേശ് ചേട്ടൻ, ദിനേശ്, അതുപോലെ തന്നെ നന്ദനുണ്ണി, വിനോദ് ബോസ്, ഇവരെല്ലാവരും ഞങ്ങൾ ഇത്രയും, ഷെയ്ൻ മാത്രമാണ്, ഷെയ്ൻ എങ്കിലും ഉണ്ട്, ഷെയ്നും ഉണ്ട്, ഷെയ്ൻ ഇടയ്ക്ക് വരുന്ന മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മളെല്ലാം ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ട് തമാശകളും പാട്ടും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന. അപ്പോൾ അതില് രമേശ് ചേട്ടനുള്ള ദിവസം അതായത് പുള്ളി കാർന്നോര് എന്നുള്ള സ്ഥാനം നമ്മൾ കൊടുത്തിട്ട്
പുള്ളിയാണ് അത് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ ഷെയ്ന്റെ ഒരു പെർഫോമൻസ് അടുത്ത് നിന്ന് കൂടെ പെർഫോം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഷെയ്ൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷേ ഞാൻ പറയാം, ഷെയ്ൻ്റെ ഒരു റേഞ്ച്, അതായത് സിനിമകൾ കണ്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. നേരിട്ട് അഭിനയിച്ചു അല്ലെങ്കിൽ നേരിട്ട് പരിചയപ്പെടും. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പുള്ളി വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു സീരിയലിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളോട് നമുക്കൊരു എന്താ പറയുക, നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു പുള്ളിക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെക്കുറിച്ച് കേട്ടിട്ടോ അല്ലെങ്കിൽ അച്ഛനോടുള്ള ബഹുമാനവും എന്നോടുള്ള ബഹുമാനം എല്ലാം കൂടി ചേർന്നുള്ളൊരു റെസ്പെക്റ്റാണ്. തീർച്ചയായിട്ടും നമ്മളോട് വലിയ ഒരു അടുപ്പം കാണിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, പുള്ളിയെ കുറിച്ച് കേട്ടതൊന്നുമല്ല നമ്മള് ലൊക്കേഷനിൽ കണ്ടത്. പുള്ളിയെ കുറിച്ച് കേട്ടതൊക്കെ എന്റെ ഡിഫറെന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബിഹേവിങ് വന്നത്. നമുക്ക് വലിയൊരു അതിശയം തോന്നും. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണ് ആ സീനിൽ നിൽക്കുമ്പോഴാണേലും ഒരു ക്യാരക്ടർ പുള്ളി അത് എത്രത്തോളം അത് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്ത് അത് ചെയ്യുന്ന രീതിയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ അതിശയമായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയല്ല പലതും കേട്ടിട്ടുള്ളത്. അല്ല, കാരണം ഷൂട്ട് ഇടുന്നതിന് മുമ്പ് കുറെ റാൻഡം എന്നെ വിളിച്ചിട്ട് എന്താ ഷെയ്നാണോ, അയ്യോ എന്താ പുള്ളി ഇടപെടുവോ, അങ്ങനെ വന്നിട്ട് പുള്ളി ഇടപെടുന്നതായിട്ട് വന്ന് എന്തെങ്കിലും റീടേക്ക് വേണമെങ്കിൽ മാറ്റി ഞാൻ ചെയ്തോട്ടെ ഇങ്ങനെ ചോദിക്കുള്ളൂ. അല്ല ഞാൻ പറഞ്ഞില്ല, എന്നോടത്ത് പലരും ചോദിച്ചു ഇങ്ങനെ ഞാൻ ഇന്ന പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു, ഷെയ്നാണ് ഹീറോ, ചേട്ടാ അത് കംപ്ലീറ്റ് ആവുമോ എന്നൊക്കെയാ ചോദിച്ചത്. അത്രമാത്രം നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയി, സത്യം പറയാൻ ഞെട്ടിപ്പോയി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര പഞ്ച്വലാണ്. കറക്റ്റ് സമയത്ത് സെറ്റിൽ വരിക, ഷോട്ടിന്റെ സമയത്ത് എല്ലാം കറക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. ആള് കാരവനാണെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങി വരുന്നു, നമ്മളോടൊപ്പം എല്ലാം നിന്ന് വളരെ കോപ്പറേറ്റീവ് ആയിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് നല്ലൊരു കോ ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഷെയ്നെ ഈ പറഞ്ഞ പോലെ അമൃത ടിവിയുടെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ചെറുതായിരിക്കും ഡാൻസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അഭിനയിക്കാനാണ് കൂടുതലും പരിചയമുള്ളത്. അപ്പൊ അങ്ങനെ മാത്രം ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ. അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാ കാര്യത്തിലും, ഓരോ ക്യാരക്ടറിന്റെ കാര്യത്തിലും എല്ലാവരുടെ ഇതിലും വളരെ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് ആളോരോ. അതുപോലെ പുള്ളി സീൻ കൺസീവ് ചെയ്യുന്നതും, അത് സീൻ കൺസീവ് ചെയ്ത് ഒരു സീൻ നമ്മൾ കൺസീവ് ചെയ്യുന്നതും അത് എക്സ്പ്രസ് ചെയ്യുന്നതും ഓരോരുത്തരുടെ ഇംപ്രവൈസേഷൻ അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ സമുദായം പറയും ഇന്നതാണ് സംഭവം, ഇന്നതാണ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടേതായ രീതിയിൽ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കും ഡയലോഗ് പറയുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു പടി മുകളിലാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എടുത്തപ്പോൾ ജിത്തു സാറും ഉണ്ടായിരുന്നു പറയില്ല, അപ്പോൾ കുറച്ചും കൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് സാർ ഇന്ന് വരെ എൻ്റെ കൂടെ കട്ടങ്ങി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു. ഗോപിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സപ്പോർട്ട് ചെയ്തു. ജിത്തു സാറൊക്കെയാണ്, ഞാൻ ജിത്തു സാറിനോട് വന്നതാണ് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അതുപോലെ ഞാനൊരു ആക്ടർ എന്ന നിലയ്ക്ക്, ഒരു നടൻ എന്ന നിലയ്ക്ക് എന്നെ അറിഞ്ഞത് ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യുന്നതിൽ അങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു.